UAEയിൽ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ആരൊക്കെ ഇടണം? കുട്ടികളെ ഫ്രണ്ട് സീറ്റിലിരുത്തി യാത്ര ചെയ്യാവോ? എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഫ്രണ്ടിലിരുത്താൻ പറ്റുക? എത്ര വയസ്സ് വരെയുള്ള കുട്ടികളായിട്ട് നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയും? കുട്ടികളെ മടിയിലിരുത്തി യാത്ര ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ UAEയിലെ നിയമം അനുസരിച്ച് നമ്മൾ പാലിക്കേണ്ട കുറച്ച് രീതികളാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിൻ്റെ അകത്തൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UAEയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ കണ്ടു നോക്കാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. UAEയിൽ നമുക്ക് കുട്ടികളെ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മളൊരിക്കലും UAEയിൽ സാധാ സീറ്റിലിരുത്താൻ കഴിയില്ല. അവർക്കായിട്ട് കുട്ടികൾക്കുള്ള സീറ്റ് ബാക്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചൈൽഡ് സീറ്റുകൾ നിർബന്ധമായിട്ടും കാറിലുണ്ടായിരിക്കണം. 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതിലായിരിക്കണം അവരെ എപ്പോഴും നമ്മൾ ബക്കിൾ ചെയ്തിട്ട് ഇരുത്തിയിട്ടുണ്ടായിരിക്കേണ്ടത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കുട്ടികൾ, അതായത് 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ചൈൽഡ് സേഫ്റ്റി സീറ്റിലല്ലാതെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 400 ദിർഹം വരെ ഫൈനും അതുപോലെ 4 ബ്ലാക്ക് പോയിൻറ്റും കിട്ടാവുന്ന ഒരു ട്രാഫിക് വയലേഷനായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സാധാരണ സീറ്റിലിരിക്കാം, പക്ഷെ അവരെയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ ബാക്ക് സൈഡിൽ തന്നെ ഇരുത്തണം. ഓക്കെ, കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിലിരിക്കാൻ അനുവദിക്കരുത്. കുഞ്ഞുങ്ങൾ ഫ്രണ്ട് സീറ്റിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും ഫ്രണ്ടിലിരുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ 145 സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കുകയും വേണം. ഇത് 2 ക്രൈറ്റീരിയം ഫുൾഫിൽ ആയവർ മാത്രമേ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ അല്ലെങ്കിൽ അതിനും നമുക്ക് UAEയിലെ ട്രാഫിക് റൂളിനകത്തുള്ള ആർട്ടിക്കിൾ 49 അനുസരിച്ചിട്ട് 400 ദിർഹംസോളം ഫൈൻ കിട്ടുന്ന കുറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഫ്രണ്ട് സീറ്റിൽ ഇരുത്തരുത്. അത് നമ്മൾ മടിയിലായിട്ട് ഇരുത്താൻ പാടില്ല. അതല്ലാതെ അവരെ സീറ്റ് ബെൽറ്റ് ഇട്ട് നിർത്തിയിട്ട് അതുകൊണ്ടും കാര്യമില്ല. കാര്യം സീറ്റ് ബെൽറ്റൊക്കെ അവരുടെ ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കഴുത്തിലൊക്കെ കുടുങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അപകടങ്ങളിലേക്ക് എത്താവുന്ന സിറ്റുവേഷൻ വരുന്നത് കൊണ്ടും കൂടെയാണ് ഇങ്ങനെ ഒരു നിയമം പാലിക്കണം എന്ന് പറയുന്നത്. ഇനി ബാക്കിലാണെങ്കിലോ അപ്പോഴും അവിടെ കുട്ടികളെ സീറ്റ് ബെൽറ്റ് ഇരുത്തിയിട്ട് തന്നെ വേണം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് കുഞ്ഞുങ്ങൾ കാറിനകത്ത് സഞ്ചരിക്കുന്നത്, അവർ സീറ്റിൽ പിടിച്ച് നിൽക്കുന്നു, അതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. ഇതിനെല്ലാം തന്നെ ഫൈനുള്ള ഒഫൻസുകളാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ട്രാവലിനെയും ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കാരണം റോഡിൽ വേറെ അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ UAE ഗവൺമെൻറ് വലിയ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴും നമ്മൾ മടിയിലിരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ചെയ്യാതിരിക്കുക. ഫ്രണ്ടിൽ ഇരുത്താതിരിക്കുക, ബാക്കിൽ മാത്രം ഇരുത്തുക. ചെറിയ കുട്ടികൾ 4 വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ നിർബന്ധമായിട്ടും ചൈൽഡ് സേഫ്റ്റി സീറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.